ഹായ് ഹലോ, ഞാൻ സീനയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ട്രാവൽ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഇന്നാണ് ഇടുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ പോകുന്നത് മൂന്നാറാണ്. നമ്മുടെ എറണാകുളം സൗത്ത് KSRTC സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറിയത്. 8:45 ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ബസ്സുണ്ട് കേട്ടോ മൂന്നാറിലോട്ട്. നിങ്ങൾക്ക് വൈറ്റിലേന്ന് പോകണമെങ്കിൽ അവിടെ നിന്നും ബസ്സുണ്ട്. 9 മണിക്കുള്ളിൽ ബസ്സുണ്ടാവും. അപ്പോൾ നമ്മൾ ആ വഴി പോകുമ്പോഴത്തേക്ക് അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ടിക്കറ്റിൻ്റെ ചാർജ് ഉള്ളത് ഒരാൾക്ക് ഒരു 200ൻ്റെ ഉള്ളിലാകും. ഞാൻ കറക്റ്റ് ആ ഒരു ഇതൊക്കെ മറന്നുപോയി. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തന്നെ ഒരുപാട് നാളായി ട്രാവലിന് പോയിട്ട് വന്നിട്ട് ഇപ്പോൾ കുറേ നാളായി. അതുകൊണ്ട് തന്നെ 200ൻ്റെ ഉള്ളിലാണ് നമുക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോണ വഴിക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടാട്ടോ പോയത്. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ആലുവ എത്തിയപ്പോഴത്തേക്കും വണ്ടി ഞങ്ങളുടെ ബസ് ആക്സിഡൻ്റ് ആയി, ഒരു കാറുമായിട്ട് കൂട്ടിയിടിച്ചിട്ട്. അപ്പോൾ നമ്മൾ വേറെ ബസ്സിൽ കയറേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് എമൗണ്ടൊക്കെ അധികം മെൻഷൻ ചെയ്യാത്തത്. നമ്മൾ കയറിയത് കോതമംഗലം ബസ്സിലായിരുന്നു. കോതമംഗലം ബസ്സിൽ കയറിയിട്ട് പിന്നെ മൂന്നാറിലോട്ട് അവിടെ ചെന്നിറങ്ങി, സ്റ്റാൻഡിൽ ചെന്നിറങ്ങി, പിന്നെ അവിടെ നിന്ന് മൂന്നാർ ബസ്സിൽ കയറേണ്ടി വന്നു. അപ്പം അങ്ങനെ കുറേ അധികം സ്ട്രഗിൾ ചെയ്തായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ നിങ്ങളെന്തായാലും പോകുമ്പോൾ നോക്കിങ്ങണ്ടൊക്കെ പോവുക. 200 ആകും ഒരാൾക്ക് ബസ്സിൻ്റെ ടിക്കറ്റ് കേട്ടോ. പിന്നെ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാച്ചിലേഴ്സൊക്കെ ആയിട്ടാണ് പോകണമെങ്കിൽ നിങ്ങൾ ടെൻറ്റോ അല്ലെങ്കിൽ ഡോർമെറ്ററി ഒക്കെ ബുക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അധികം എക്സ്പെൻസ് വരില്ല. പിന്നെ ഇപ്പോൾ സീസൺ ഔട്ട് ആവണതുകൊണ്ട് തന്നെ കുറവായിരിക്കും കേട്ടോ റേറ്റ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇതുപോലെ മിടുക്ക് പോലെ ഇരിക്കും. ബാർഗെയിൻ ചെയ്ത് എടുക്കുക, മാക്സിമം കുറക്കാനായിട്ടുള്ള സൊപ്പൊക്കെ കിട്ടുന്ന ശരിയാക്കി എടുക്കുക. പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകണമെങ്കിൽ ചെറിയ വില്ലകൾ പോലെ വാങ്ങിക്കാൻ കിട്ടും. അത് കുഞ്ഞ് വീടുകൾ പോലെ അങ്ങനത്തെയൊക്കെ ഇഷ്ടംപോലെ പ്രോപ്പർട്ടീസ് ഉണ്ട് മൂന്നാർ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ചൂസ് ചെയ്യുക. നമ്മൾ പോണത് ഇപ്പോൾ ചിന്നക്കനാലിലോട്ടാണ്. ചിന്നക്കനാൽ ഗ്യാപ്പ് റോഡ് അവിടെ നല്ലൊരു കിഡിലൻ സ്പോട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. ഞാനും പിന്നെ എൻ്റെ ഫാമിലി, പിന്നെ ഫ്രണ്ടിൻ്റെ വൈഫ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ പോണ വഴിയിൽ ശരിക്കും പറഞ്ഞാൽ അത്രയും നിന്നും ഇരുന്നൊക്കെ ആയിട്ട് തന്നെ കുറച്ചധികം ബുദ്ധിമുട്ടി. എന്നാലും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് കറക്റ്റായിട്ട് എത്തി, മൂന്നാറെത്തി. പിന്നെ അവിടെ നിന്നിട്ട് ബസ്സുണ്ട് കേട്ടോ 3:45. ഞങ്ങൾ 3:45 എത്തിയത്, ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അവിടെ നിന്നൊരു പ്രൈവറ്റ് ബസ് കയറിയിട്ട് നമ്മൾ ഗ്യാപ്പ് റോഡിൻ്റെ അവിടെ ഇറക്കാൻ പറഞ്ഞാൽ അവർ ഇറക്കി തരും. അവിടെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാലേ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. 2 സൈഡിൽ നല്ല ഭംഗി, പച്ചപ്പിൽ ഇങ്ങനെ കിടക്കണു. പിന്നെ ഇഷ്ടംപോലെ എന്താ പറയുക, ആൾക്കാർ വന്നിട്ടുണ്ട്, ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ ഉണ്ടായി. കാരണം പോയത് ഏപ്രിൽ ആ ഒരു ടൈമിലാണ് പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ എല്ലാ സ്ഥലവും ഭയങ്കര ബുക്ക്ഡായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്ത സ്റ്റേ തന്നെ പിറ്റേ ദിവസത്തേക്ക് ആൾക്കാർ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത്രയധികം തിരക്കുള്ള സമയത്താണ് ഞാൻ പോയത്. അപ്പോൾ ഇനി ഈ സമയത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. വെക്കേഷനൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കുണ്ടാവില്ല, നിങ്ങൾക്ക് സമാധാനമായിട്ട് പോയിട്ട് വരാം. പിന്നെ എന്താണെന്നറിയില്ല, ഞങ്ങൾ കാല് കുത്തിയതും അവിടുത്തെ ഒടുക്കത്തെ വെയിലായിരുന്നു, ചൂടായിരുന്നു. ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ ഒരു വെളുപ്പിനെയുള്ളൊരു ക്ലൈമറ്റ് ഇല്ലേ, ഒരു ചെറിയൊരു ചില്ല് അത്രേ ഉണ്ടായിരുന്നുള്ളൂ തണുപ്പ്. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പോയിക്കൊണ്ട് ഇരുന്നപ്പോഴത്തേക്കും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ വരാൻ തുടങ്ങി ചെറുതായിട്ട്. പിന്നെ അതങ്ങോട്ട് കൂടി മഴയായിട്ട് വന്നിട്ട് നല്ല വലിയ മഴയുണ്ടായിരുന്നു. ഞങ്ങളുടെ കാല് കുത്തിയപ്പോൾ നല്ല ഐശ്വര്യമായിരുന്നു. കണ്ടില്ലേ, നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇവിടുത്തെ സ്പോട്ടൊക്കെ കാണാനായിട്ട്. എനിക്ക് ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മൾ ബസ്സിലല്ലേ. 2 വീലറിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങി പോവാം. പക്ഷെ ഇതിപ്പോൾ നമ്മൾ ബസ്സിലായതുകൊണ്ട് തന്നെ ഇരുന്ന് കാഴ്ചകൾ കാണാം. അങ്ങനെ കുറേ പോയി. പിന്നെ നമ്മളിപ്പോൾ ചെല്ലണ സ്പോട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ, ചിന്നക്കനാലാണ് പോണത്. വട്ടവട, സൂര്യനെല്ലി ഇതൊക്കെ പ്ലാനിലുണ്ടായിരുന്നെങ്കിലും നമ്മൾ അവിടം വരെ ഒന്നും പോയില്ല. ഇവിടെ എത്തിയുള്ളൂ. ഈ റൈറ്റിലോട്ട് പോണ വഴിയിലോട്ടാണ് നമ്മുടെ റിസോർട്ടുള്ളത്. പിന്നെ ഇവരുടെ ഹോം സ്റ്റേയിൽ 3 ബെഡ്റൂം, കിച്ചൺ, ഡൈനിങ് ഏരിയ, ബാത്റൂം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ താഴത്തെ നമ്പർ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് വീഡിയോസ് പുറകെ വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക അടുത്ത പാർട്ടിന് വേണ്ടി കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.